എല്ലാവർക്കും ദീപ്താസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ക്രീം ബണ്ണാണ്. ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന ക്രീം ബണ്ണ് അതേ ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. സാധാരണ ക്രീം ബണ്ണ് നമ്മൾ തയ്യാറാക്കുന്നത് മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷമാണ്. പക്ഷേ ഞാനത് തയ്യാറാക്കുന്നത് എല്ലാവർക്കും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. മാവ് കലക്കി എടുത്തിട്ടാണ് ഞാനത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ മാവ് കലക്കി എടുക്കാൻ പാകത്തിന് വലുപ്പത്തിലുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. 250 ml കപ്പിലാണ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ പകുതി വെള്ളവും പകുതി പാലും ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇനി ഇത് പൊങ്ങി വരാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കി എല്ലാതും ഇതിൽ തന്നെയാണ് ചേർത്തിട്ട് നമ്മൾ മിക്സ് ആക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കാം. ഇനി പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് ഓയിൽ ചേർക്കാം. ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഏകദേശം ഒരു 5-6 തുള്ളി വാനില എസൻസും കൂടി ചേർക്കാം. ഇതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് ലൂസാവാനും പാടില്ല, അതുപോലെ നല്ല തിക്കായിട്ടിരിക്കാനും പാടില്ല. കണ്ടതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂണും കൂടി മൈദപ്പൊടി ഇതിലേക്ക് ചേർക്കാം. കണ്ടതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. ഇനി നമുക്കിത് മൂടി വെച്ച് 2-3 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ മാവ് നന്നായിട്ട് വീർത്ത് ഇതിൻ്റെ ഇരട്ടിയായിട്ട് വരും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ചൂടുള്ള സ്ഥലത്താണെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരും, അല്ലെങ്കിൽ പൊങ്ങി വരാനായിട്ട് കുറച്ച് താമസം ഉണ്ടാവും. ഇതിപ്പോൾ ഏകദേശം ഒരു 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, മാവ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബണ്ണ് നല്ല ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ അതുകൊണ്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ ഇതുപോലെ ഒരു കയ്യിൽ കുറച്ച് നേരം ഒന്ന് മുക്കി വയ്ക്കണം. അങ്ങനെ ചൂടോട് കൂടിയിട്ടുള്ള കയ്യിലേക്കാണ് നമ്മൾ വേറൊരു കയ്യിൽ കൊണ്ട് മാവ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നേരെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഉള്ളൊന്നും വെന്ത് കിട്ടില്ല. എണ്ണ അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് പെട്ടെന്ന് പൊങ്ങി വരും. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കയ്യിൽ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. എണ്ണയിൽ കയ്യിൽ നന്നായിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പാടുള്ളൂ, അല്ലെങ്കിൽ കയ്യിൽ മാവ് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നാൽ ഈ ബണ്ണിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ചെറിയ തീയിൽ കിടന്നിട്ട് ബണ്ണ് ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഇത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രീം തയ്യാറാക്കാം. ഇതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ബീറ്റർ ഉള്ളവരാണെങ്കിൽ ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റർ ഇല്ലെങ്കിലും ഇത് സ്പൂൺ വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം.
ഇനി ബണ്ണൊക്കെ നന്നായിട്ട് തണുക്കണം. അതിന് ശേഷം നമ്മൾ ഈ ബണ്ണിൻ്റെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നടുവിൽ ക്രീം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ബണ്ണിൻ്റെ ഉൾവശമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. നമ്മുടെ ക്രീം ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ്. ഇത് ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഷുഗറും ബട്ടറൊക്കെ മെൽറ്റായിട്ട് സോഫ്റ്റായി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റാണ് ഈ ബണ്ണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്